നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ മരണപ്പെട്ട സ്ത്രീ നിങ്ങളുടെ ആരെങ്കിലും ആണോ? ഒരു സംശയം, അതൊന്ന് നോക്കാൻ വന്നതാ. അധികം പ്രായമില്ലാത്ത കുട്ടിയാ, പച്ചസാരി എടുത്തിരിക്കുന്നത്. അമ്മ വരില്ലേ ശാരദാമ്മേ? വരും, ഇപ്പൊ വരൂ കേട്ടോ. എനിക്കിനി മുന്നോട്ടടുക്കാൻ പറ്റില്ല. കാലുകളൊക്കെ തളരുന്ന പോലെ തോന്നുക. നിങ്ങൾ രണ്ടുപേരും ചെല്ലേ. അയാളെന്താ പറയുന്നതെന്ന് കേൾക്കാനൊരു മാനസികാവസ്ഥ എനിക്കില്ല. നിങ്ങളൊന്ന് ചെല്ലോ. നിങ്ങൾ ചെന്ന് നോക്കിയാൽ മതി. അച്ഛനെ, എന്ത് വന്നാലും നമുക്കിത് ഫേസ് ചെയ്തേ മുന്നോട്ട് പോകാനാവും. വന്ന് കണ്ടത് ഏട്ടത്തെ മേലെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അച്ഛന്റെ പകുതി സങ്കടം മാറുമില്ലെന്ന് ഓർത്തിട്ടാ ഞാൻ. നീ അവര് പറഞ്ഞ് കേട്ടല്ലേ? കടപ്പുറത്തേക്ക് ശാലിനി പോകുന്നത് കണ്ടവരുണ്ട്. മരിച്ച പെൺകുട്ടി പച്ച സാരി കൊടുത്തിരിക്കുന്നു. അവര് പറയണ പോലെ അതെങ്ങനെ ശാലിയാണെങ്കിൽ ഞാനിവിടെ കുഴഞ്ഞു വീഴൂടാ. ആ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ നിൽക്കണം. നിങ്ങൾ ചെല്ല. വയ്യടാ. കമല, സാർ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് പോയി നോക്കാം. ആരാണെന്ന് വെരിഫൈ ചെയ്യാനല്ലേ? അതിപ്പോ നമുക്കാണെങ്കിലും പറ്റുമല്ലോ. ദൈവമേ, ആയിരിക്കില്ല അച്ഛനെ, ഞാനല്ലേ പറയുന്നേ. എനിക്ക് ഉറപ്പുണ്ട് നമ്മളെ ദൈവം കൈവിടില്ല. കമല, വാ, നമുക്ക് നോക്കാം. വാ കമല. എന്താ ഇപ്പൊ കടലിൽ മുങ്ങി മരിച്ചൊരു സ്ത്രീയുടെ ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ? അത് നിങ്ങളുടെ ആരെങ്കിലും ആണോ? അല്ല, അത് പിന്നെ ആ മരണപ്പെട്ട സ്ത്രീ നിങ്ങളുടെ ആരെങ്കിലും ആണോ? ഒരു സംശയം, അതൊന്ന് നോക്കാൻ വന്നതാ. അധികം പ്രായമില്ലാത്ത കുട്ടിയാ, പച്ചസാരി എടുത്തിരിക്കുന്നത്. മുടി ബാക്കിലേക്ക് ഈരിയിട്ട് ഒരു ക്ലിപ്പിട്ട നിലയില. കഴുത്തിൽ ചെറിയൊരു മാലയുണ്ട്. ഇതൊക്കെയാ രൂപം.
ആശാനെ എന്താ ആശാനെ? ചതി പറ്റിയൊന്നൊരു സംശയം. അയാൾ പറയുന്ന അടയാളങ്ങളല്ല. കുഴപ്പ എനിക്ക് ഉറപ്പായി. അവളെന്നെ തനിച്ചാക്കിയിട്ട് പോയി. അവൾ പോയി. എന്നെ തകർത്തിട്ട് അവൾ പോയി. അവൾ പോയി. ആശാനെ എന്തായാലും നോക്കട്ടെ, സങ്കടപ്പെടാതിരിക്കേ. നമ്മൾ ഈ കരുതുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ആശാനെ തനിച്ചാക്കി എന്റെ ഏട്ടത്തമ്മയ്ക്ക് വിട്ടുപോകാനാവില്ല. എനിക്ക് ഉറപ്പുണ്ട് ഇതൊന്നുമല്ല. അയാൾ പറഞ്ഞ അടയാളങ്ങളൊക്കെ ശരിയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ആശാനെ. അതെന്റെ അവസ്ഥ. എനിക്ക് അവളെ ഈ അവസ്ഥയിൽ കാണാൻ പറ്റില്ല. അങ്ങനെ കിടക്കണമെന്ന് എനിക്ക് കാണണം. അവൾ എന്നെ തോപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. എന്നോടുള്ള ദേഷ്യം തീർക്കാനേ. എനിക്കറിയാം ഇതിനെന്ത് തിരിച്ചടി കൊടുക്കണമെന്ന്. കൊടുക്കും ഞാൻ. അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഞാൻ അവളെ വിടില്ല. അവള് പോയാൽ ഞാനും പോവും. കൂടെ പോവും. ഞാൻ പോവും. അച്ഛനെ ആദ്യം അത് ആരാണ് നോക്കട്ടെ. എന്താണെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ഞാൻ പോവും. അതുവരെ ഒന്ന് ക്ഷമിക്കേ. ഞാൻ കൂടെ പോവും. ബോഡി കാണിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.